ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇതൊരു കെണിയാ, ചേർത്ത് വെച്ച കെണി. ദേവിക അടുക്കളയിലോട്ട് ചെല്ല്. അവരോട് ഞാൻ സംസാരിച്ചോളാം. പേടിക്കണ്ട പ്ലീസ്, ഞാനല്ലേ പറയുന്ന. ദേവിക ചെല്ല്. ചെല്ല്. നിന്റെ ഒളിവ് സങ്കേതം ഞങ്ങൾ കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതി അല്ലേടാ? ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എവിടെയെങ്കിലും വന്ന് ഒറ്റയ്ക്കിരിക്കാന്ന് വെച്ചാലും സ്വസ്ഥത തരില്ല അല്ലേ? അതിന് നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്റെ കൂട്ടിന് ഇവിടെ ആളുണ്ടല്ലോ. ദേവിക എവിടെ? ദേവികയോ? ദേവിക ഇവിടെ ഒന്നും ഇല്ല. ദേവിക ഇവിടെ ഉണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങള് വന്നേ. കുഞ്ഞളിയാ, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായാലേ വഴിയെ പോകുന്നവരും പണിക്കാരും ഒക്കെ ശ്രദ്ധിക്കും. ദേവി അവിടെ ഉണ്ടെങ്കിൽ ഇവരോടൊപ്പം പറഞ്ഞുവിട്. എന്നിട്ട് കുഞ്ഞളിയൻ ഞങ്ങളോടൊപ്പം വാ. ചേടാ, എന്റെ അളിയ ദേവിക ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ആരുടെയാടാ ഈ ലേഡീസ് ചെരുപ്പ്? നീ ഇപ്പൊ ഇതാന്നോടാ ഇടുന്നേ? ഇത് ദേവികയുടെ ചെരുപ്പാണല്ലോ. കണ്ടോ കള്ളം പൊളിഞ്ഞുണ്ടോ? അമ്മ അകത്ത് കയറി നോക്കമ്മേ. ഒളിച്ചിരിക്കാൻ പിടിക്കല്ലേ അമ്മയുടെ മരുമോള്. ചേച്ചി വേണ്ട, മാറാ അങ്ങോട്ടെ. നീ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടുപിടിക്കും. അന്ന് നീ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ടേ മുറി പൂട്ടി പോയിട്ടും കണ്ടുപിടിച്ചവളാ ഈ പ്രേമ. എനിക്ക് അവളെ ഇവിടുന്ന് കണ്ടുപിടിക്കാനും അറിയാം. നിങ്ങളും കേറി നോക്ക്, പുന്നാരം മരുമോൾ അകത്തുണ്ടെന്ന്. ഉണ്ടെങ്കിൽ ആ നാശം പിടിച്ചവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോ. ഞങ്ങളുടെ ചെറുക്കനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. വേണ്ട ചേച്ചി, വീടിനകത്ത് കയറുള്ള പരിശോധനയൊന്നും വേണ്ട. പിന്നേടാ, നീ ഇവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റും വെച്ചോണ്ടിരുന്ന ഞാൻ ഇവിടെ നിൽക്കാൻ പോവല്ലേ? ഞാൻ അകത്ത് കയറുകയും ചെയ്യും, അവളെ കണ്ടുപിടിക്കുകയും ചെയ്യും. ആരാ അങ്ങോട്ട്? ചേച്ചി വന്നിരിക്കുന്നു. ചേച്ചി ചേച്ചി ചേച്ചിയോട് നിൽക്കാൻ. ചേച്ചി ചേച്ചി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ച ഉറച്ചു തന്നെയാടാ ഈ പ്രേമ ഇങ്ങോട്ട് വന്നത്. തെമ്മാടിത്തരത്തിന് ഒരു പരിധിയില്ലേ? കണ്ടേ ആളിവിടുണ്ട്. ചേച്ചി ചേച്ചി വേണ്ട. ഇവിടെ സാറ്റുകളിയായിരുന്നല്ലേ? ചേച്ചി അവിടെ നിൽക്കാൻ. ചേച്ചി
ഒളിച്ചേ. ചേച്ചി ഞാൻ പറഞ്ഞു കേൾക്കും. ചേച്ചി ചേച്ചി നിൽക്കും. വിടാൻ മാറങ്ങോട്ട്. അവക്ക് ചേച്ചി, പറഞ്ഞ് കേക്ക്. പിടിക്കാൻ വന്നിരിക്കുന്നു. മാറങ്ങോട്ട്. അവൻ പിടിച്ചു മാറ്റാൻ വന്നിരിക്കുന്നു. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാന്. വേണ്ട, ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് വാ. ചേച്ചി എടീ, ചേച്ചി അവിടെ നിൽക്കും. ചേച്ചി ഏയ്, ദേവിക. കണ്ടില്ലേ നിങ്ങളുടെ മരുമകളുടെ തനി സ്വഭാവം? അന്ന് അവള് ഞങ്ങളുടെ വീട്ടിൽ ഒളിച്ചു താമസിച്ചു. ഇനിയിപ്പോ ആരും അറിയാതെ ഇവിടെ ഒളി സങ്കേതത്തില്. ചേച്ചി കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. മിണ്ടല്ലടാ നന്ദി കേട്ടവനെ. ചേച്ചി എനിക്കുള്ള മരുന്ന് തരാൻ വേണ്ടി ദേവിക ഇന്നിങ്ങോട്ട് വന്നതാ. ഞാൻ അതങ്ങ് വിശ്വസിച്ചു. അയ്യോ, പിന്നീന്ന് പൊട്ടി വീണ ദേവത. ഇന്നലെ ഇവള് ഇവിടെ നിന്ന് കാപ്പി എടുത്ത് തരുന്ന വീഡിയോ നിനക്ക് കാണണോ? കാണണോടാ? നിങ്ങളെന്താ പെണ്ണുമുള്ള പ്രതിമ പോലെ നിൽക്കുന്നതാ? മരുമോളോടൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേ നിങ്ങൾക്ക്? ചെല്ലമ്മേ. ഒരുമ്പിട്ടോളെ, നിന്നോട് എനിക്ക് പറയാനുള്ളതെല്ലാം ഈ ഒരൊറ്റ അടിയിലുണ്ട്. ആരോടും ഒന്നും പറയാതെ ഭക്ഷണപാത്രം എടുത്തോണ്ട് നിന്റെ ജോലി തേടൽ ഇതായിരുന്നു അല്ലേടി? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ. നീ അച്ഛൻ എന്ന് പറയുന്ന ആളെ എന്റെ ഭർത്താവാണടി. മനോഹരേട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് ചോദിച്ചോളാം. നിത്യ ഈ പരുവത്തിലാക്കിയതിന്റെ ബാക്കി എന്ത് വേണമെന്നുള്ള ഗൂഢാലോചനയായിരിക്കും അല്ലേ? എന്തായാലും രണ്ടുപേർക്കിടെയുള്ള അന്തർധാര. ചേച്ചി പ്രേമിച്ചി കള്ളത്തരം കാണിച്ചിട്ട് നീ നിന്റെ ഹീറോ കളിക്കുന്നോ? പ്രേമേ, നീ ഒന്ന് അടങ്ങ്. ഒച്ചയും ബഹളമൊക്കെ അങ്ങ് റോഡിൽ കേൾക്കാം. ഒച്ച ലോകം മുഴുവനും കേൾക്കട്ടെ. ഒരഴിഞ്ഞാട്ടക്കാരി കാരണം എത്ര കുടുംബങ്ങളുടെ സമാധാനം ഇല്ലാതാവുന്നത് ലോകം മുഴുവനും അറിയട്ടെ. ഇവൻ എവിടെ ഒളിച്ചു താമസിക്കുന്നതെന്ന് അച്ഛൻ അറിയത്തില്ല, എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. ഇവനെ ഓർത്ത് കരഞ്ഞ് വീട്ടിൽ തളർന്നിരിക്കുന്ന ആ പെണ്ണിനും അറിയത്തില്ല. ഇവക്ക് മാത്രം അറിയാം. ഒരല്പമെങ്കിലും നേര് നെറിയുള്ളവളാണെങ്കിലേ സിദ്ധ ഇവിടെ ഉള്ള കാര്യം ഇവള് നമ്മളെ വിളിച്ചറിയിക്കത്തില്ലായിരുന്നോ? ചേച്ചി ഞാൻ പറഞ്ഞിട്ടാ ദേവിക പറയാതിരുന്നത്. ആ, നീ വിലക്കോടാ. എന്നാലല്ലേ നിന്റെ ഒളിസേവ നടക്കൂ. വൃത്തിയായിട്ട് പറയാതെ പ്രേമേ. നിങ്ങൾ മിണ്ടരുത്. ഇവനെ അച്ഛന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് തന്നെ കാര്യം. ശരിക്കും ഭക്ഷണം കഴിക്കാതെ മരുന്നെടുക്കാതെ ആ പാവം ചാവാറായി. ഇറങ്ങടാ, ഇറങ്ങാൻ. നിങ്ങൾ നിങ്ങളുടെ മരുമകളെ കൊണ്ടുപോയി പൂട്ടിയിടുവോ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുകയോ ചെയ്യും. അല്ലെങ്കിലേ കഴുത്തിൽ ഒരു കല്ലും കെട്ടി വല്ല കായലും കൊണ്ടുപോയി താക്ക്. വെറുതെ ഓരോ കുടുംബങ്ങൾ നശിപ്പിക്കാതെ. പോയി ഞങ്ങൾ വന്ന വണ്ടിയെ കയറാ. ഞാൻ എന്റെ വണ്ടി വന്നോളാം. പറ്റത്തില്ല, നീ എന്റെ കൂടെ തന്നെ വരും. നിന്റെ വണ്ടിയും വള്ളമൊക്കെ നിന്റെ അളിയൻ കൊണ്ടുവന്നോളൂ. ഇനി നീ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്റെയും ഇവളുടെ മുന്നിൽ വെച്ച് ഇപ്പൊ ഞാൻ ഇവിടെ ചാവും. ഞാൻ ചത്ത കഴിയുമ്പോ എന്റെ ശവം ദൈവക്ക് ഇട്ടു കൊടുക്ക. ഈ ശവം തീനിക്ക് ദൈവത്തെ ഓർത്തൊന്ന് പോ സിദ്ധു.